ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണമെന്ന് ദേവസ്വം മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രചരിക്കുന്നത് തെറ്റായ വാർത്തകളാണെന്നും പത്മകുമാർ റിപ്പോർട്ടറോട് പറഞ്ഞു. അല്ല, വേറൊന്നുമില്ല. ഇങ്ങനെ തെറ്റായിട്ടുള്ള വാർത്തകൾ എന്തിനാ? ആരെങ്കിലും എന്നോട് ചോദിച്ചോ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇല്ലല്ലോ. ഇത് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തി പൂർത്തീകരിക്കണമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നുമാണ് എന്റെ താല്പര്യം. അതിന് പകരം ഞാനെങ്ങനെ എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ആരാ പറഞ്ഞത്? വെറുതെ ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് ഞാൻ 2 ദിവസം നീട്ടി ചോദിച്ചു. എന്നെ സാമാന്യ മര്യാദയ്ക്ക് എന്നോടൊന്നും ചോദിക്കണ്ടേ വാർത്ത കൊടുക്കുമ്പോൾ? നിങ്ങൾ എന്തൊക്കെ ചോദിച്ചോ? എനിക്ക് ആരോഗ്യ പ്രശ്നം വല്ലതും ഉണ്ടോന്ന്? വെറുതെ ആവശ്യമില്ലാതെ വാർത്ത കൊടുക്കും. പ്രവീൺ പുരുഷോത്തമനും ടി വി പ്രസാദുമുണ്ട്. വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനിലേക്ക് ആദ്യം. പ്രവീൺ, ഇപ്പോൾ പത്മകുമാർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ SIT ഇതുവരെ പത്മകുമാറിനെ വിളിപ്പിച്ചിട്ടില്ല എന്നാണോ? സ്മൃതി, നാം ആദ്യമേ അദ്ദേഹത്തോട് ചോദിച്ചത് SIT അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടിയെ പത്മകുമാർ നൽകുന്നില്ല. പകരം അദ്ദേഹം സൂചിപ്പിക്കുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ആര് പറഞ്ഞു എന്നൊരു മറു ചോദ്യമാണ് തിരികെ അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ എത്രയും വേഗം അന്വേഷണം അത് പൂർത്തിയാക്കണം, കുറ്റവാളികളെ കണ്ടെത്തണം, അങ്ങനെ ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ പാളികൾ അത് ചെമ്പാണ് എന്ന് രജിസ്റ്റർ രേഖപ്പെടുത്തിയത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുക കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എ പത്മകുമാറിൽ നിന്നുകൂടി എന്താണ് അദ്ദേഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു മറുപടി എന്ന് അറിയാനുള്ള ഒരു വസ്തുതയുള്ളത്. പക്ഷേ അദ്ദേഹം അടുത്തിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അത് വിവാദങ്ങൾക്ക് തുടക്കമിട്ട സമയത്ത് എ പത്മകുമാർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് തന്ത്രിയുമായി ആലോചിച്ച ശേഷമാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് അറ്റകുറ്റപ്പണി നടത്തിയത് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിനെപ്പറ്റി തനിക്ക് മറിച്ച് അഭിപ്രായങ്ങളില്ല, അല്ലെങ്കിൽ തൻ്റെ ഭാഗം ശരിയാണ്, ഉദ്യോഗസ്ഥരാണ് മറ്റ് മേൽനോട്ട നടപടികളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു മറുപടിയായിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ പത്മകുമാർ അന്ന് പറഞ്ഞത്. പക്ഷേ അടുത്തിടെയായി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ അദ്ദേഹം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആരാണ് പറഞ്ഞത് എന്ന ഒരു ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പ്രസാദ്, ഇപ്പോൾ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അടുത്ത 2ാം ഘട്ടത്തിലേക്ക്, അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ എൻ വാസുവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പത്മകുമാർ എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നതാണ്. പത്മകുമാർ ഇപ്പോൾ പറഞ്ഞ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. പത്മകുമാറിലേക്ക് വളരെ വേഗത്തിൽ തന്നെ SIT നീങ്ങുന്നുണ്ടോ എന്നാണ് അറിയാനാകുന്നത് പ്രസാദ്. എൻ വാസുവിന് ശേഷം എ പത്മകുമാറിലേക്ക് തന്നെ അന്വേഷണം നീങ്ങും എന്നുള്ളതാണ് സ്മൃതി. നമുക്കറിയാവുന്നതുപോലെ ഈ കാലഘട്ടം എന്നുള്ളത് 2017 നവംബർ മുതൽ 2019 നവംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് ദ്വാരപാലക വിഗ്രഹങ്ങളുടെയും കട്ടിളപ്പടിയുടെയും പുതിയ വാതിലിൻ്റെയും എല്ലാം കാര്യങ്ങൾ നടന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എ പത്മകുമാറാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, പത്മകുമാർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിനുള്ളത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്നത്തെ ദേവസ്വം ഭരണസമിതിയെ പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്. പക്ഷേ അത് ഏറ്റവും ഒരു അവസാന ഘട്ടം എന്ന നിലയിലേ ഉണ്ടാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങി മുരാരി ബാബു, അതുപോലെ സുധീഷ് കുമാർ, ബൈജു തുടങ്ങിയ ഉദ്യോഗസ്ഥരിലേക്ക് ചെന്ന് ഇതിപ്പോൾ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ ഒരു തവണയാണ് ചോദ്യം ചെയ്തത്. രണ്ടാമത് ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒന്നിച്ചായിരിക്കും എന്ന വിവരം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുന്നത്. സ്വാഭാവികമായി എൻ വാസുവിനും ശേഷം പ്രത്യേക അന്വേഷണ സംഘം നീങ്ങേണ്ടത് അത് പത്മകുമാറിലേക്ക് തന്നെയാണ്. പത്മകുമാറിനെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് കിട്ടുന്ന വിവരം. അതായത് ഭരണസമിതി അറിയാതെ ഇത് ചെയ്യില്ല എന്ന ഡോക്യുമെന്റ് എവിഡൻസ് ഉൾപ്പെടെ പ്രത്യേക സംഘത്തിന് കിട്ടിയ സാഹചര്യത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ നിരന്തരം ആ ഭരണസമിതിക്ക് നേരെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്ന സാഹചര്യത്തിലും ഇനിയിപ്പോൾ എൻ വാസുവിന് ശേഷം എ പത്മകുമാറിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അതിൻ്റെ സൂചന തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും നൽകുന്നത്. സ്മൃതി. പ്രസാദ്, ഇപ്പോൾ 14-ാം തീയതിയാണ് ഇപ്പോൾ ശബരിമലയിലെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന സ്വർണത്തിന്റെ പരിശോധന അടക്കം നൽകിക്കൊണ്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ട സമയം 14-ാം തീയതി. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനകം തന്നെ അന്വേഷണത്തിൽ ഒരു പ്രാഥമികമായ രൂപം പൂർത്തിയാക്കി അതിലെ പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് ഈ ദിവസങ്ങൾക്കകം തന്നെ കടക്കുമെന്നാണോ നമുക്ക് ലഭിക്കുന്ന സൂചന പ്രസാദ്?
സ്മൃതി പറഞ്ഞതുപോലെ ഒരുപാട് സമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ആകെ അനുവദിച്ച സമയം 6 ആഴ്ച മാത്രമാണ് എന്നുള്ളതും ഇക്കേസിൽ ശ്രദ്ധേയമാണ്. ഇതിപ്പോൾ പിടിക്കപ്പെട്ടത് തട്ടിപ്പുകാരനായ പോറ്റിയും അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും മാത്രമാണ് നിലവിൽ ചോദ്യം ചെയ്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കസ്റ്റഡിയിലേക്കും ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പിലേക്കും എല്ലാം നീങ്ങിയതെങ്കിൽ ഭരണസമിതിയിലേക്ക് എത്തിയില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ 2019 നവംബർ മുതൽ 2021 നവംബർ വരെ പ്രസിഡന്റായിരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന എൻ വാസു ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന കാലയളവും ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. എൻ വാസുവിന് വന്ന ഇമെയിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ബാക്കിയുള്ള സ്വർണം എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള ആ ഇമെയിലും നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. ചുരുക്കത്തിൽ ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യവും അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും പങ്കും കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നൊരു ബാധ്യത പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഉദ്യോഗസ്ഥരിലും കേന്ദ്രീകൃതമായ ഒരു നീക്കമല്ല ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പകരം ഹൈക്കോടതി പറയുന്നത് ഭരണസമിതി അറിയാതെ ഇത് ചെയ്യില്ല എന്നു തന്നെയാണ്. വമ്പൻ സ്രാവുകൾ പുറത്തുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഹൈക്കോടതി ഉദ്ദേശിക്കുന്നതും അത് തന്നെയായിരിക്കണം. ചുരുക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു തട്ടിപ്പുകാരനായ ഇടനിലക്കാരനെ കൊണ്ട് ഇതൊന്നും കഴിയുകയില്ല എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെയ്യിച്ചത് അത് ഭരണസമിതിയുടെ കൂടി അറിവോടെയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് നിലവിലും ഹൈക്കോടതി നിൽക്കുന്നത്. അതിലിനിപ്പോൾ ക്ലാരിറ്റി വരുത്തി ഹൈക്കോടതിയെ തെളിവുകൾ സഹിതം അറിയിക്കേണ്ടത് അത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. ശ്രുതി പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ കാലയളവിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുമുണ്ട്. ഇനിയും ഇപ്പോൾ ഭരണസമിതിയിലേക്കും എൻ വാസുവിലേക്കും ഉടൻ നീങ്ങിയില്ല എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അത് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് തിരിച്ചടിയാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. നിലവിൽ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിക്കാനോ ഒന്നും ഹൈക്കോടതി തയ്യാറായില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഈ കേസിൽ. സ്മൃതി. പ്രവീൺ പുരുഷോത്തമനും ടി വി പ്രസാദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.